നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന റോഡിന് അവിടെയാണ്. ഇവിടെ വരാൻ പ്രത്യേക കാരണം നമ്മുടെ ഇവിടുത്തെ ഒന്നാം വാർഡിലെ കൗൺസിലർ ശ്രീ ഷിഹാബ് ഖാൻ. നമസ്കാരം. നമസ്കാരം. പിന്നെന്ത് പറയുക വിശേഷങ്ങൾ? ഇതിപ്പോൾ ഞാനും ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് 2-3 വീഡിയോ ചെയ്തിരുന്നു കുറേ വർഷം മുമ്പ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, കുറ്റം പറയല്ല, പൊതുവേ അല്ല. അപ്പോൾ താങ്കൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഈ റോഡ് ശ്രദ്ധിച്ചത്. താങ്കൾ വന്ന ശേഷം എൻ്റെ വിശ്വാസം എന്താ ഈ റോഡിൻ്റെ ഒരു ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് താങ്കൾ പ്രചോദനം എന്താ? അങ്ങനെ ഒരു ഇതുണ്ടോ? ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തു നിന്നും ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ ഒലോക്കോടാണ്. പാലക്കാടിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒലോക്കോടാണ്. പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ടും നമ്മുടെ പാലക്കാടിനെ പറ്റി മോശമായി പറയും. ഏറ്റവും കൂടുതൽ കാണുന്ന ഭാഗം ഇതാണ്, ഹൃദയഭാഗം. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ക്യാഷ് ചെയ്യും. ഏറ്റവും കൂടുതൽ എനിക്ക് വ്യാപാരികളുടെ ആദ്യമായിട്ടൊരു വ്യാപാരി വ്യവസായികൾ തന്നിരിക്കുന്നത് ഒരു നെറ്റ് വന്നിട്ട് ചെയ്യണം വേണ്ടി. എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ സംഭവം ഇത് തന്നെയാണ്. 10-12 വർഷമായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് എന്ത് ചെയ്യും? 12 വർഷം കൂടുതലായിരിക്കും ഈ ഒരു റോഡിൻ്റെ. വളരെ മോശമായിരുന്നു. വണ്ടികൾക്ക് പോലും പോകാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കമൻസ് വന്നതും ഷിയാബ് റോഡ് എന്തെങ്കിലും ചെയ്തൊന്ന് ശരിയായി തരാൻ പറ്റുമെന്നുള്ളൊരു പരിഹാരം കാണണം എന്നാണ് അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർ കൊണ്ട് ജയിച്ചാലും തോറ്റാലും തീർച്ചയായും ഫസ്റ്റ് ഞാൻ ഇവിടേക്ക് വന്നിട്ടാണ് ചെയ്യുള്ളൂ, മുൻഗണന കൊടുക്കുള്ളൂ. ജയിച്ചാലും തോറ്റാലും എന്ന് വാക്കുണ്ടായിരുന്നു. അതുകൊണ്ട് MP-നെ കണ്ടതും MLA കണ്ടു, നമ്മൾ ചെയർമാനെ കണ്ട്, സെക്രട്ടറിനെ കണ്ട്, നമ്മൾ നിവേദനം കൊടുത്ത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. ഫണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു, പ്രൊജക്റ്റ് പാസ്സായിട്ടുണ്ട്. പക്ഷെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാണുന്നു. അത് സംസാരിച്ച് ക്ലിയർ ബുദ്ധിമുട്ട് അത് ചെയ്യുന്നില്ല. അവർ സമയമായിട്ടില്ല, ഇതാണ് കാരണം അതാണ് എന്തോ നീട്ടി കൊണ്ടുപോകുന്നത്. പിന്നെ സെക്രട്ടറിനെ കണ്ടു ഞാൻ, അതേപോലെ ചെയർമാനെ കണ്ടിട്ടാണ് ഈ ഒരു റോഡിൻ്റെ കാര്യം തീരുമാനിച്ചത്. പിന്നെയാണത് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് വെച്ചാൽ ടാറിങ് വേണം, കോൺക്രീറ്റ് വേണം എന്നുള്ള ഓപ്ഷൻ വന്നത്. അത് ടാർ ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് ഗ്യാരണ്ടി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് കോൺക്രീറ്റ് ഇനിയിപ്പോൾ വർഷങ്ങളായി നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്ലസ്സായി കിട്ടുന്നത്. എല്ലാവരും സപ്പോർട്ടും ജനങ്ങളുടെ 100% എല്ലാവരുടെയും സപ്പോർട്ടും. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിൽ നോക്കേണ്ട കാര്യം റോഡ് ഇടുന്നതിലും മറ്റുള്ള രാഷ്ട്രീയത്തിൽ ഞാൻ താങ്കൾ നിർത്തി പോയിട്ട് പറയില്ല. 10-15 വർഷത്തിന് മേലെ ആവും ഈ റോഡ്. വളരെ റോഡിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും വളരെ മോശമായിരുന്നു പറഞ്ഞാൽ മഴ പെയ്താൽ നടന്നു പോകാനും അവസ്ഥ. അല്ല, അത് ഇതുപോലെ ആക്കി ഓർത്ത് താങ്കളൊരു എഫർട്ട് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിൽ വരാനുള്ള കാരണം. താങ്കൾ ശരിക്കും ഫൈറ്റ് ചെയ്തു. തീർച്ചയായിട്ടും 100% ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഈ ഫൈറ്റ് എന്തും കിട്ടുന്നുള്ള വിശ്വാസമായി താങ്കൾ തെളിയിച്ചു. ഇനിയും നമുക്ക് കുറേ പ്രൊജക്റ്റുകൾ വരാനുണ്ട്. നമ്മുടെ ഈ ഒലോക്കോട് തലയുയർത്തി നിൽക്കുന്ന ഈ കംഫർട്ട് സ്റ്റേഷൻ തന്നെ അടുത്ത മാസം ഓപ്പണിംഗ് ആണ്. കംഫർട്ട് സ്റ്റേഷൻ്റെ ഈ ബാക്കിൽ കാണുന്ന കംഫർട്ട് സ്റ്റേഷന് കുറേ വിവാദങ്ങളുണ്ടായിരുന്നു. അതെ, ബാക്കിൽ കാണുന്ന കംഫർട്ട് സ്റ്റേഷൻ ഇതിപ്പോൾ ഏപ്രിൽ 1 മുതൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്തു. വിവാദം പറഞ്ഞാൽ വളരെ വിവാദമായിരുന്ന സ്ഥലമായിരുന്നു. കുറെ എനിക്കൊന്നും കുറെ മർദ്ദടക്കം നടന്നിട്ട് മർദ്ദവും കഞ്ചാവുകളിലും കുറച്ച് ക്രിമിനൽസിന്റെ താവളമാക്കിയ സ്ഥലമായിരുന്നു. ഇങ്ങനെ ദൈവം സഹായിച്ച് നമുക്കൊരു ഈ ലെവലിലാക്കുവാൻ വളരെ നല്ല ബുദ്ധിമുട്ടിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി നമ്മളിവിടുത്തെ കട നടത്തുന്നവരൊക്കെ ഉണ്ട്, യൂസഫ് ഖാന്. ഇതൊക്കെ ഈ റോഡ് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥയില്ലേ, നേരത്തെ ഉള്ള അവസ്ഥയും ആയിട്ട് യാത്രക്കാരും കച്ചവടക്കാരും ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. 15 വർഷമായാലും വർഷമായി 15 കൊല്ലം മുമ്പ് നേരാക്കിയാണ്. അതിനുശേഷം ഈ റോഡിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വളരെ ശോചനീയാവസ്ഥയാണ്. രാത്രി ആണെങ്കിൽ ലൈറ്റും ഇല്ല. എല്ലാം മലമൂത്ര വിസർജനമൊക്കെ ഈ പരിസരത്ത് തന്നെ നടത്തുന്നത്. ആകെ ഈ റോഡ് വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ ആ റോഡ് പുതുക്കി പണിയുകയും ചെയ്തു. നല്ല രീതിക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇനി ഇതുമാതിരി മുന്നിട്ട് പോകാനുള്ള ഇവിടുത്തെ നിങ്ങളുടെ കൗൺസിലിനെ പറ്റി എന്താ അഭിപ്രായം? താങ്കൾ പറയേണ്ട അഭിപ്രായം. ഇപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ വന്ന് കയറിയല്ലുള്ളൂ. ഇപ്പോഴത്തെ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 100 തന്നെ. ഇപ്പോഴത്തെ ഇതിൽ പെട്ടെന്ന് വരെല്ലാം ഈ റോഡ് ശരിയാക്കണമെല്ലാം ഇങ്ങനെ ക്ലിയറാക്കി. ലൈറ്റും ഇന്നലെ 2-3 ലൈറ്റും മാറ്റിയിട്ട് പോയി. ഇവിടെ വൃത്തി ആക്കാതിരിക്കാനുള്ള സൗകര്യം കൂടി ചെയ്യണം. 100-ൽ 100 മാർക്ക് കൊടുക്കും. 100 മാർക്കും കൊടുക്കും.
അതാ പറയാനുള്ളത്. അതാ പറയാൻ ഇതുപോലെ കൗൺസിലർമാർ വരണം. ഇതുമാതിരിയുള്ള കൗൺസിലർമാരെ ഏറ്റവും വേണം. അതിന് മുമ്പുള്ള കൗൺസിലർ പകുതിയൊക്കെ ചെയ്തു നിർത്തി, പിന്നെ പാസ്സായിട്ടില്ല പറഞ്ഞു ഒരു മുട്ടി ന്യായങ്ങൾ പറഞ്ഞിങ്ങനെ വിട്ടു. ഇപ്പോഴത്തെ 100 കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. 100 മാർക്ക് കൊടുക്കാൻ കൊടുക്കും, ഉറപ്പല്ല വ്യാപാരികളെല്ലാം കൊടുക്കും. അതാണ് ഇതുപോലെ കൗൺസിലർമാർ വരണം. എന്നാലും റോഡും വൃത്തിയാകുള്ളൂ, ജനങ്ങൾക്ക് സൗകര്യം. റോഡും വൃത്തിയാകുള്ളൂ, ജനങ്ങൾക്ക് സൗകര്യമാകുള്ളൂ, യാത്രക്കാർക്കും സൗകര്യമാണ്. എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള ഒരു കൗൺസിലറാണ്. 100 മാർക്ക്